ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 3 റൈൻ ബസേരേമയും എന്ന ചാപ്റ്റർ പരിചയപ്പെടാം. അമൃതലാൽ വേഗഡിൻ്റെ ഒരു യാത്രാവൃത്തമാണ് റൈൻസ് ബസേരേമയും. ലേഖക് അമൃതലാൽ വേഗഡ് അദ്ദേഹത്തിൻ്റെ നർമ്മദ പദയാത്രയിലുണ്ടായ ഒരു സംഭവമാണ് ഈ ചാപ്റ്ററിൽ വിവരിക്കുന്നത്. ലേഖക് കാ നാം അമൃതലാൽ വേഗഡ്. കിസ് വിധ കി രചന യാത്രാവൃത്ത്. എക്സാമിന് ചോദിക്കാവുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റൈൻ बसेरे में यात्रावृत्त का यह अंश पढ़े, प्रश्न के उत्तर लिखे. अंत में 2-3 किताबें निकाली. किताबें उसने खोल कर देखी, फिर जोम की त्यों वापस रख दी. ക്വസ്റ്റ്യൻ പേപ്പറിലെ പാരഗ്രാഫ് വായിക്കുന്നതിന് മുമ്പ് ഈ കഥയുടെ സന്ദർഭം എന്തെന്ന് അറിയണം. അമൃതലാൽ വടിൻ്റെ നർമ്മദ യാത്രക്കിടയിലുണ്ടായിരുന്ന സംഭവമാണ് ഇവിടെ വർണ്ണിക്കുന്നത് അല്ലേ. യാത്രക്കിടയിൽ അദ്ദേഹം തൻ്റെ സഹായിയായ ചോട്ടുവിനോടൊപ്പം പഥോഡ എന്ന ഗ്രാമത്തിലെത്തി. വളരെ മോശം കാലാവസ്ഥയായതിനാൽ അന്ന് ആ ഗ്രാമത്തിൽ അവർക്ക് തങ്ങേണ്ടതായി വന്നു. കുറച്ചാളുകൾ ചേർന്നവിടെ ഒരു ക്ഷേത്രം പണിയിച്ചിരുന്നു. ക്ഷേത്ര നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ലേഖകനും സഹായിക്കും വിശ്രമിക്കാനായി ക്ഷേത്രം തുറന്നു കൊടുത്തു. രാത്രിയിൽ ചോട്ടു ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ച് ലേഖൻ സുഖമായി ഉറങ്ങി. രാത്രിയിൽ എപ്പോഴോ ലേഖൻ ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ കാലുകൾക്കരികിൽ ഒരു മനുഷ്യൻ ചുരുണ്ടുകൂടി കിടക്കുന്നു. അയാൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്, ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നു, രാമായണത്തിലെ വരികൾ ചൊല്ലുന്നു. ഇനി വല്ല ഭ്രാന്തനുമാണോ? ലേഖകൻ മിണ്ടാതെ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് അയാൾ എണീറ്റ് ബഹളം വയ്ക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് അയാൾക്ക് 2-3 പുസ്തകങ്ങൾ കിട്ടി. അത് തുറന്നു നോക്കിയിട്ട് സുരക്ഷിതമായി തിരികെ വെച്ചു. അയാൾ ചോട്ടുവിനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ചോട്ടു പറഞ്ഞു. ലേഖകനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ അധ്യാപകനായിരുന്നു, ഇപ്പോൾ വിരമിച്ചു എന്ന് ലേഖകൻ അയാളോട് മറുപടി പറഞ്ഞു. ഇതാണ് ഈ പാരഗ്രാഫിൻ്റെ സന്ദർഭം. अंत में 2-3 किताबें निकाली. किताबें उसने खोल कर देखी, फिर ज्यों की त्यों वापस रख दी. हमारी ओर मुड़कर छोटू से बोला, व्हाट इज़ योर नेम? छोटू ने सहमते हुए कहा, मुझे अंग्रेज़ी नहीं आती. मुझसे पूछा, तुम क्या करते हो? मैंने कहा, मैं शिक्षक था, बच्चों को पढ़ाता था, अब रिटायर हो गया हूँ. क्वेश्चन നോക്കിക്കോളൂ. സഹി വികൽപ്പ് ചുൻകർ ലിഖെ. താഴെ കൊടുക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതാണ് ശരി എന്നാണ്. മെയിൻ പ്ലസ് കി മേരിയാണ്, മുച്ചയല്ല. മെയിൻ പ്ലസ് കെ മേരെയാണ്, ഇവിടെ മുച്ച എന്ന് എഴുതിയിട്ടും തെറ്റാണ്. മെയിൻ പ്ലസ് കോ മുച്ചെ, മൂന്നാമത്തെ ആൻസറാണ് ശരി. മെയിൻ പ്ലസ് ക മേരാ. പ്രസ്തുത് പ്രസംഗ കെ ആധാർ പർ പട്കഥ ക ഏക ദൃശ്യ ലിഖെ. ഈ സന്ദർഭം വച്ചിട്ട് ഒരു പട്കഥ തയ്യാറാക്കാനാണ്. പട്കഥ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. ആദ്യം ദൃശ്യം 3 എന്ന് എഴുതുക. സ്ഥാൻ मंदिर का बरामदा, समय रात को 10 बजे. पात्र लेखक 60 साल एज ആണ്. छोटू 40 साल. पागल आदमी 50 साल. वेशभूषा लेखक कुर्ता पाजामा, छोटू कुर्ता पायजामा, पागल आदमी धोती कुर्ता. ആദ്യം പട്കഥ എഴുതുമ്പോൾ സ്ഥാൻ കൊടുക്കുക, സമയം, പാത്ര, ഉസ്കി ആയു, വേഷഭൂഷ ഇത്രയും കൊടുക്കണം. സന്ദർഭമാണ് मंदिर के बरामदे में लेकर और छोटू सो रहे थे. वहाँ एक पागल आदमी आकर उनसे झगड़ा कर रहे थे. ഇത് സന്ദർഭമാണ്. സംവാദ് കോൺവെർസേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. സംവാദം നോക്കിക്കോളൂ. പാഗൽ ആദ്മി, कौन हो तुम लोग? यहाँ कैसे घुस आए हो? लेकर, जिन्होंने एक मंदिर बनवाया उन्होंने हमें यहाँ ठहराया. पागल आदमी, मैं सीआईडी इंस्पेक्टर हूँ, मैं सादे वेश में रहकर चोरों का पता लगाता हूँ. लेकिन हम चोर नहीं है. पागल आदमी, इसमें क्या है? मुझे इसकी तलाशी लेनी होगी. लेकिन, अरे तू क्या कर रहा है? हमारी चीज़ न भेंगो. पागल आदमी, व्हाट इज़ योर नेम? छोटू, मुझे अंग्रेज़ी नहीं आती. पागल आदमी, तुम क्या करती हो? लेकिन, मैं शिक्षक था, अब रिटायर हो गया हूँ. पागल आदमी की किताबें खोल कर देखी, फिर उसे वहाँ रख दी. पागल आदमी, अच्छा तुम सो जाओ. लेखक और छोटू सोने के लिए तैयार हो गए. नेक्स्ट क्वेश्चन നോക്കിക്കോളൂ. റെയിൻ സബേരെ में
यात्रावृंद कहे हमसे पढ़े प्रश्न के उत्तर लिखे। पड़ोस के युवक से कहा, रात को एक पागल ने हमें बहुत परेशान किया। 1.5 घंटे तक हमें इधर डराता धमकाता रहा। वह हमें पीट भी सकता था। वाक्य विस्तार करें। पागल ने परेशान किया, पागल ने हमें परेशान किया। रात को पागल ने हमें परेशान किया, रात को मंदिर में पागल ने हमें परेशान किया। निम्नलिखित वाक्य के रेखांकित सर्वनाम वह और हम किसकी ओर संकेत करते हैं। वह हमें पीट भी सकता था, वह പാകൽ വ്യക്തി, ഹം ലേഖക് അവർ ചോട്ടു. എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അടുത്ത ക്ലാസ്സുമായി ടീച്ചർ വീണ്ടും വരാം. ക്ലാസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.